ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചുരിദാറിനായാലും ബ്ലൗസിനായാലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവ് കട്ടിങ്. വലിയ മെഷർമെൻ്റൊക്കെ ചെറിയ രീതിയിലുള്ള മെഷർമെൻറ്റേ ഉള്ളേ. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. അപ്പം അങ്ങനെ ഒരു സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു കുർത്തി ഇട്ടിട്ടുണ്ട്. കുർത്തിയുടെ ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ലീവ് എടുത്തിട്ടേക്കുന്നത്. ഈ സ്ലീവിൻ്റെ ലെങ്ത് ഒരു 14 ഇഞ്ചുണ്ട് ഇതിൻ്റെ ലെങ്ത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ലെങ്ത് എടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ റൗണ്ട് 9.25 ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് എടുക്കുമ്പോൾ 18.5. അതപ്പോൾ ഓർത്തോണം 18.5 നമ്മുടെ ഇവിടുത്തെ സ്ലീവിൻ്റെ റൗണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന ഒരളവ് നമ്മളിവിടെ വരുന്ന ആം റൗണ്ട് എടുക്കണം. സ്ലീവിൻ്റെ ആം റൗണ്ട് എടുക്കണം. അതെന്ന് പറയുന്നത് 7 അളവുകൾ. പിന്നെ നമുക്ക് വരുന്ന ഒരളവെന്ന് പറഞ്ഞാൽ താഴത്തെ എന്ന് പറയുന്നത് 5 ഇഞ്ച്. ഈ 4 അളവും മതി ഈ സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പം നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാമേ. അങ്ങനെ നമ്മളെന്നാൽ സ്ലീവിൻ്റെ കട്ടിങ്ങിന് പോകാമേ. നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 14 ഇഞ്ച്. ഞാൻ മുകളിൽ 1/2 ഇഞ്ച് വിട്ടു. പിന്നെ താഴോട്ട് 14 ഇഞ്ച്. പിന്നെ 1 ഇഞ്ച് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച്. എന്നിട്ട് ഇതെല്ലാം ലൈൻസ് അങ്ങ് നോക്കാം. മുകളിലും അര ഇഞ്ച്. നമ്മൾക്ക് ഇവിടുത്തെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 9.25 ഇഞ്ച്. ആ 9.25 ഇഞ്ച് നമ്മൾ അതിൻ്റെ റൗണ്ട് എടുത്തപ്പോൾ കിട്ടിയത്. അതിനകത്ത് നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോൾ 9 ഇഞ്ച്. എന്നിട്ട് അതുപോലെ ആം റൗണ്ട് എന്ന് പറയുന്നത് 7 ഇഞ്ച്. ആദ്യം നമ്മൾ ആം റൗണ്ട് ഇങ്ങനെ 7 ഇഞ്ച് വെക്കുക. ഇവിടെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 7 ഇഞ്ച് വെക്കുക. എന്നിട്ട് 7 ഇഞ്ച് വെച്ചിട്ട് ഈ ടേപ്പിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിവിടെ ഇങ്ങനെ കൈയോട് അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടിയ ഈ 7 ഇഞ്ച് മുകളിലോട്ട് വെക്കുക. അപ്പോൾ നമുക്കിവിടെ 9.5 കിട്ടി. നമുക്കിവിടെ വേണ്ടത് 9 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ മുകളിലോട്ട് വെക്കുക. ഇനി നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ വെച്ചു. കറക്റ്റ് ഇവിടെ വരുമ്പോൾ 7 ഇഞ്ച്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വിരൽ പ്രസ് ചെയ്തിട്ട് മേലോട്ട് വെക്കുക. മേലോട്ട് വെക്കുന്നത് നമ്മൾ ഈ 1/2 ഇഞ്ചിന് അവിടോട്ട് കറക്റ്റ് വെക്കുക. കറക്റ്റ് വെക്കുമ്പോൾ ഇവിടെ 9 കിട്ടി. ഇവിടെ 9 കിട്ടി. താഴോട്ട് വെക്കുമ്പോൾ കറക്റ്റ് 7 കിട്ടി. ഇവിടെ 7 കിട്ടുമ്പോൾ ഇവിടെ കറക്റ്റ് നമ്മൾ ആ മൈനസ് ചെയ്ത് 9 കിട്ടണം. അങ്ങനെ കറക്റ്റ് കിട്ടി. നമ്മളിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കിട്ടിയ ലൈൻസ് നമുക്കൊന്ന് വരയ്ക്കാം. വരച്ചിട്ട് ഈ 7ൻ്റെ അവിടെ നിന്ന് അതിൻ്റെ മിഡ് പോയിൻ്റ് കാണുക. അതിൻ്റെ പകുതി 3.5. ഈ 3.5 തന്നെ ഇവിടേക്കും 3.5 എടുക്കുക. 3.5. എന്നിട്ട് ഈ ലൈൻസ് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ പകുതിയും കൂടെ എടുക്കണം. 5.5യുടെ പകുതി 2. ഇവിടെ 5.5 കിട്ടുന്നത്. 5.5യുടെ പകുതി 2.25. 2.25ൻ്റെ ഇവിടെ 1 ഇഞ്ച് കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടുക. അങ്ങനെ 3 ഇഞ്ച്. 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി കാണുക 2.25. 2.25ൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടുക. അങ്ങനെ 3 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ കർവ് എടുക്കുക. ആം ഹോളിൻ്റെ കർവ് എടുത്തിട്ട് ഈ ഭാഗം നമ്മുടെ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് തിരിച്ച് വെച്ച് മാർക്ക് ചെയ്യുക.
ഇവിടെ നിന്ന് ഇങ്ങോട്ട്. എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ റൗണ്ട് എത്രയാണ് കിട്ടുന്നത് നോക്കാം. എന്നിട്ട് നമ്മളിത് അങ്ങനെ വരച്ചിട്ട് നമ്മളിതൊന്ന് അളക്കുക. അളന്ന് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ഈ 9.25 തന്നെ ഇവിടെ വരും. കറക്റ്റ് കണ്ടോ, 9.25 തന്നെ നമ്മളിവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ അടുപ്പിച്ച് നോക്കിയാൽ തന്നെ ഇടാം, 9.25 തന്നെ നമ്മുടെ പോയിൻ്റ് വന്ന് നിന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ സീം അലവൻസ് കൊടുക്കുക. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സീം അലവൻസ് കൊടുക്കുക. താഴെ എത്രയാണെന്ന് വെച്ചാൽ 5 ഇഞ്ചാണ് താഴത്തെ ഇത്. അതിന് സീം അലവൻസ് 1.5 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് സീം അലവൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക. നല്ല ഭാഗങ്ങൾ തമ്മിലും നല്ല പോയിൻറ്റ്സ് തമ്മിലും ജോയിൻ ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റായിട്ട് ജോയിൻറ്റിൽ വന്ന് നിൽക്കുകയും ചെയ്യും. നമ്മുടെ സ്ലീവ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്താൽ നമുക്ക് നല്ലതായിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.